കിൽഫീഡ് അവിടെയാണ്. ക്യാമ്പ് സൈഡ് മാറ്റുമോ? ഇവിടെ കിൽഫീഡ് ഇതിന് മുകളിലോട്ട് വരത്തില്ല. ഇവിടെ വരെ രണ്ടുപേരുടെ ലൈഫ് പോയി, ഒരു ലൈഫ് പോയി, അവര് സൂസൈഡ്. ഇവിടെ വരെ ഉള്ളു ഗിൽഫീഡ്. ഇവിടെ ഗിൽഫീഡ് SBB ഫുൾ ഫോം എന്താ എനിക്ക് അറിഞ്ഞൂടാ. TV ആരൊക്കെയാ കളിക്കുന്നത്? ടിവിയുടെ നമുക്കങ്ങനെ സെക്കൻഡ് ലൈനപ്പ് മെയിൻ ലൈനപ്പ് ഒന്നും ഇല്ല. നമ്മുടെ 2 മെയിൻ ലൈനപ്പാ ടിവിയിൽ ഇന്ന് കളിക്കണത്. മന്ദാരം, ചന്ദ്രൻ, കണ്ണാപ്പി ഉണ്ടോ ഇന്ന്? എന്റെ മൈക്ക് എന്താ നിങ്ങൾക്ക് ഈ പരാതി പറയണേ? മൈക്കിന് എന്തെങ്കിലും പറ്റിയോ? എന്റെ ഞങ്ങക്ക് ഇല്ല, കുഴപ്പമില്ല. VC കുഴപ്പമൊന്നുമില്ല. മൈക്ക് നോ സീൻ. ഇല്ല 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 ഇല്ല. ഓക്കെ 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 ഓക്കെ. CSK SBB DNS ക്വാളിഫൈ ആവും. നോക്കാം. CSK SBB DNS ഒരു സോൺ ബേസ്ഡ് കളിയാ. ഒന്നും പറയാൻ പറ്റത്തില്ലടാ. സോൺ അത് ഭയങ്കര സാധനമുണ്ട്. അത് ഭയങ്കര ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ പോയ അങ്ങോട്ടാ പോണേ. സോൺ ഔട്ട് ഫുൾ എല്ലാവരും സോൺ ഔട്ട്. കില്ല് കാര്യമുണ്ട്. നീ സെക്കൻഡ് തേർഡ് കിൽ പോയിന്റ് സോ സോൺ ഗെയിംസിന് ഒരിക്കലും എന്ന് പറഞ്ഞ പ്രഡിക്ഷൻ നല്ലതല്ല. അതെ, സത്യമാണ് പറഞ്ഞ കാര്യം. KTM ഫുള്ള് കൊടുക്കുന്നുണ്ട്. KTM ബിനു ബോസ്, KTM സ്റ്റോണി, KTM സൈത്താവ പറഞ്ഞുള്ളൂ. എത്ര ടീം ക്വാളിഫൈ ആവും? തിന്മാട്രി ബാറ്റിൽ ബിഗിൻസ് അറ്റാക്ക്. ഓക്കേ, വെടി തുടങ്ങിയ. നമുക്ക് നോക്കാം ഫസ്റ്റ് എവിടെ അടിയോട്ട് വന്ന്. KV ഇവിടെ അടുത്തുണ്ട്. KV അല്ലേ? ആ ബിൽഡിങ്ങും ആ മറ്റേ ആ ഫീൽഡും കാണുന്ന എനിക്ക് ട്രോമയാണ് ഇപ്പൊ. 10 കിലോമീറ്റർ മാരത്തണം. ടീമിൽ 4 പേരെ വെടി വെച്ച് കൊന്നു. നിങ്ങൾ കാണണോടെ ഒന്നും എടുത്തു വെച്ചിട്ട് അത് എന്തോ ബഗ് ഉണ്ടാ. റീലോഡിലാ ചത്തേക്കണ എല്ലാരും. പറഞ്ഞ ആ ആനിമേഷനിലാണ് നിങ്ങളെല്ലാരും ചാവണല്ല. നിങ്ങളെ ഞാൻ വെടി വെക്കുന്നതല്ല. എന്നെ അണ്ണൻ കൊന്നത് എങ്ങനെയോ ബഗ്ഗായിട്ട്. അല്ലല്ല, നിന്നെ മോബിയെ ഞാൻ നിന്നെ കൊല്ലുന്നത് എങ്ങനെയാണെന്നറിയാവോടാ? നിന്റെ മണ്ടയ്ക്ക് മാർക്ക് ഇടും ആരാണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വെടി വരും. അപ്പൊ ഞാൻ അതിലോട്ട് വെടി വെക്കും. അന്നേരം നീ ചത്തു പോകും. നീ 1 HP എന്തോ ആയിരുന്നു. ഇല്ല, ഞാൻ അണ്ണനെ ഉൾപ്പെട്ടായി. ഞാൻ സൈഡിൽ നിൽക്കുക. അണ്ണന്റെ മുമ്പിൽ പോലും ഞാൻ അങ്ങനെ ചത്തുപോയി. ചുമ്മാ അണ്ണന്റെ POയിലും അങ്ങനെ തന്നെ ഞാൻ ചാവുന്നത്. എന്റെ POയില് ആരെ ഞാൻ ഇടിക്കുന്നില്ല. അത് റീലോഡ് ചെയ്യുമ്പോ തന്നെ ആവുന്നത്. ഇല്ല, പക്ഷെ അണ്ണന്റെ അടുത്ത് പോലും ഇല്ലടാ. ഞാൻ കുറച്ച് ദൂരെ നിക്കണേ. നീ അതിന് തൊട്ട് മുന്നേ ക്രോസ് ചെയ്താണ്. ക്രോസ് ചെയ്യും. ഞാൻ ക്രോസ് ചെയ്ത് അങ്ങനെ ഇതാണ് G47. DNS 4 5 6 7 CSK അവിടെ കാണുന്നില്ലല്ലോ. അതെ കാണുന്നില്ല. അതാ ഞാൻ ആലോചിക്കണേ. ശരിയാണല്ലോ. കോച്ച് പറഞ്ഞു കേട്ടാ. ഇന്ന് ഞാൻ കസറോന്ന് പറഞ്ഞു പോയതാണേ. പുള്ളി പുള്ളി കസറിയത്. DNS ആയിട്ട് ഫൈറ്റ് ആവുമല്ലേ ഇത്? ക്വാളിറ്റി ഹൈ ആക്കും. ഇതാണ് അവന്റെ ഹൈ ക്വാളിറ്റി. അവന്റെ ബിട്രേറ്റ് കുറവാണ്. ബിട്രേറ്റ് ഭയങ്കര കുറവാ അവന്. ഏബല് വീണു. ഓ ബെല്ലാരി ശിവ വീണു. ബെല്ലാരി തുമ്പിട് വീണു. ഓ ഇവിടെ അടി 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 അടി. ബെല്ലാരി ഓൾ ഡൗൺ മിസ്സായി. ഒരു ബെല്ലാരിയുടെ എല്ലാവരുടെയും ആദ്യത്തെ ലൈഫ് പോയേട്ടാ. ബെല്ലാരിയുടെ എല്ലാവരുടെയും ആദ്യത്തെ ലൈഫ് പോയി. കളിച്ചിട്ടുണ്ട്. AKM ഉണ്ടായിരുന്നല്ലേ ഈ ലോബിയില്? നമ്മുടെ കൂടെ അല്ലായിരുന്നു. നമ്മുടെ അവിടെ 6 കില്ലെടുത്ത്. ബെല്ലാരി 1 കില്ല്, CSK 1 കില്ല്. അതിലൊരെണ്ണം G കില്ല്. കോച്ച് സ്വന്തമായിട്ട് കോച്ചിനെ കൊന്നത് കില്ലായിട്ട് കൊണ്ടുപോയേട്ടാ. ഇതിന് ഫ്രണ്ട്ലി ഫയർ ഉണ്ടായികളെ. പിന്നെ ഫ്രണ്ട്ലി ഭയങ്കര പെട്ടെന്ന് അടിക്കണല്ലേ ഇത്തവണ. അതെ 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 അതെ.
KV ഇവിടെ തന്നെ നിക്കുവാണ്. അവര് റൊട്ടേറ്റേ ചെയ്യണില്ല. അവര് റിബൽ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുക. കാരണം ഇവിടെ നടുക്ക് ഇവിടെയാണ് സോമൻ നിന്നു പിന്നെ ബാക്കിയുള്ളവന്മാരൊക്കെ പുഷ് ചെയ്ത് വരുന്ന സത്യ സെന്ററിൽ നീലം ബെല്ലാരി ശിവനെ അടിച്ചു. വിവ്യ റാംബോ ബ്രോ ഹായ് ഹായ് വെൽക്കം ടു സ്ട്രീം. അണ്ണാ നീലനെ അണ്ണാ നീലൻ ഫൈറ്റ് ആയി ഡീമൻ ഡീമനെ അടിച്ചു ഡോർക്ക് ഡീമനെ അടിച്ച് DNS അശ്വിനോപ്പി OG മിന്നലിനെ അടിച്ച് OG ആയിട്ട് DNS OG തമ്മിൽ അടി. അടിച്ച് ഇതൊന്നും കാണുന്നില്ലല്ലോടാ ഫൈറ്റ്. അശ്വിനോപ്പി 2 പിക്ക് എടുത്തല്ല. അശ്വിനോപ്പിയോടെ 2 പേക്ക് എടുത്ത്. CSKയിൽ ധോണി ഇറങ്ങിയോ? ഇല്ലല്ലോ ധോണി ഫിനിഷറാ. കുറച്ച് കഴിയുമ്പോഴേ ഇറങ്ങുള്ളൂ. എന്തൊക്കെ ചോദ്യം അവന്റെയൊക്കെ. ഞാൻ നന്നായിരുന്നു, ഇന്ത്യയൊക്കെ ഭാഗ്യമാ. ടീം കില്ലാണെന്നല്ലോ. അതെ ഫുൾ ടീം കില്ല്. നീലൻ ബെല്ലാരി ശിവ അടിച്ചായിരുന്നു. സൂയിസൈഡ് CSK ചന്ദ്രബോസ്. Let's go! CSK ചന്ദ്ര leading from the front. CSK ചന്ദ്രൻ സൂസൈഡ് ആയിരുന്നു. മന്ദാരത്തിനെ കാണുന്നില്ല. എനിക്കറിയാം സൂയിസൈഡ് ചെയ്തത്. ഒരുപാട് വിഷമങ്ങൾ. എന്റെ നമ്മുടെ മന്ദാരത്തിന് ഇപ്പോഴും ഒരു പറഞ്ഞിറങ്ങുന്നത്. അതായത് മന്ദാരം പെർഫോം ചെയ്യുന്നത് ഇപ്പൊ നോക്കിക്കോ. OG നേരെ കേറി ചെന്ന് SPBന്റെ അടുത്തോട്ടൊക്കെ കാണല്ലോ. ആരോ കത്തിയേട്ടാ കേറ്റി ആരോ കോച്ച് ചന്ദ്രൻ ഓപ്പി DNS ഫോൺ വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു. ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നടാ. നമ്മള് വന്നു. ഓ CSK കില്ലുവാ. കോച്ചിനെ പണ്ടി. CSK കില്ലുവേനാ. ബന്ദാര ചത്ത്. കോച്ച് കണ്ണാപ്പിനെ അടിച്ചിട്ടാ. എന്താ സെക്കൻഡിനെ കൊന്ന് സെക്കൻഡ് കണ്ണാപ്പിനെയും കൊന്ന്. അങ്ങനെ കണ്ണാപ്പിനെ കൊന്നു. കൊന്ന് ആ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്കും. സെക്കൻഡിനെ സ്വന്തം സെക്കൻഡിനെ തന്നെ കൊന്നു. കോച്ച് കില്ലൊക്കെ മഴ. കോച്ച് SBB ഹൈഡ്ര ഡയറക്റ്റ് കക്കാശി എത്ത് എടുത്തിട്ടുണ്ട്. ഇവരെല്ലാം സോണിൽ ചത്ത്. KTM അടുത്ത ഡൗൺ. ഡാമേജ് SPB ഉണ്ട് അടുത്ത ഡൗൺ. KTM റിപ്സി എത്തു. SBB ജപ്പാൻ ഡാൻസ് എത്തു. CSKയിലെ ഡോർക്കിൻ സിംഗിൾ ലോലിനുണ്ട്. മാറ്റാൻ പറ്റൂല ഈ ആറ് നിൽക്കുമ്പോഴുള്ള പരിപാടി. ഇവിടെ എന്താ സംഭവിക്കണേ? സോണോട്ടായിട്ട് എല്ലാം ചെയ്യുന്നു. SBB സോണോട്ട് ചത്ത്. SBB വാസ്കോ KV ഫുള്ള് ഇതിനകത്ത് ചത്ത്. കാണാം. അല്ല സോണോട്ട് ഓ ഇവിടെ സോണോട്ട് അടുത്ത KTM സോണോട്ട് എന്തോ ഒരു ലൈഫ് എന്തോ കേറ്റിയും കണ്ണാപ്പിനെ എടുത്ത് CSKയിലെ ജർമ്മൻ കണ്ണാപ്പി അടിച്ചു വന്നു. ഓ ജർമ്മൻ ഡൗൺ. പിന്നെ DNS ഒറ്റടുത്തൻ ഇവിടെ വന്നിട്ട് ചാടി ഇറങ്ങി. അവനെ എടുത്ത്. ഇത് അടുത്തത് അപ്പൊ തന്നെ വന്നു. അടുത്ത സോൺ DNS TB അതേപോലെ തന്നെ DNS ഫുള്ള് ഇവിടെ കുത്തി. DNS ലെഗസി ഡിസഡ്വാൻറ്റേജ് ആണ്. SPB ഹിറ്റ്മാൻ DNS SPBയിലെ അൾട്രോൺ എടുത്തിട്ടുണ്ട്. ചന്ദ്രൻ സൂയിസൈഡ് വീണ്ടും. അശ്വിനോപ്പിനെ എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോ വാസസ് ലെഗസി. ഡെസ്ട്രോ ചത്തു. ഡെസ്ട്രോ ചാവും ഇപ്പം. ഇതെല്ലാരും സൂയിസൈഡ് ആണല്ലോ. ഇവിടെ കുത്തിയിട്ടുണ്ട്. എല്ലാം സ്പ്ലിറ്റ് ആയി തോന്നുന്നു ഓ അല്ല കോച്ച് കോച്ചിനെ കോച്ചിനെ പ്ലാച്ചിയെ
കോച്ചിന്റെ ലാസ്റ്റ് ലൈഫാ KTM അവൻ ഇങ്ങോട്ട് വന്നില്ല ഫൈറ്റ് കാണാൻ പറ്റത്തില്ല അണ്ണ എന്താ കൊച്ചു പറഞ്ഞ DNS ഒരുത്തൻ ദേ വന്ന് KTM കണ്ടില്ലേ അവന് കണ്ടില്ല കോച്ച് കസക്കാൻ കോച്ചിനെ കസക്കിയവര് സിംഗിൾ ലെവലും ഇവര് മൂന്നുപേരും കൂടെ ഉള്ള ഉള്ളു. ചന്ദ്രനൊക്കെ 5 വട്ടം സൂയിസൈഡ് ആയില്ലേ? അവരുടെ പുറകിൽ ചന്ദ്രന്റെ ഒരു ലൈഫും കൂടി ഉണ്ട് ആ. ലോലനെ കുത്തി ലോലം പോന്ന് ലോലം പോയി ഒരുത്തനെയും കിടക്ക് ഇത് ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നേ? സ്പ്ലിറ്റായി എണ്ണ ഏതോ ഫൈറ്റില്ല അതാ സംഭവം അല്ല എനിക്ക് കോള് വിളിക്കുന്ന ആളെ ചത്ത് കാണും എനിക്ക് അണ്ണാ മന്ദാരം ഉണ്ട് റാംബോ ബ്രോ തുടങ്ങിട്ടാ. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. മലേന്റെ മുകളിലുണ്ട്. ബെല്ലാരി DNS ഫൈറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നത് AKത്തിന് കിട്ടുന്നതാണ് അവർ കറക്റ്റ് സോം പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് വെള്ളത്തിലാണ് സോം വന്നത് ഓജിനെയാണോ അടിച്ചോണ്ടിരിക്കുന്നത്? BLD ആരാ? അടിയുണ്ട് ഓടുന്നത്. വെള്ളത്തിലാണ് സോം വന്നത് AKയും സെറ്റ് ആയിട്ടിരിക്കും അവിടെ AKത്തിന് നല്ല അഡ്വാൻറ്റേജ് ഇത്ര നേരം ഉണ്ടല്ലോ ലാസ്റ്റ് ലൈഫാന്ന് തോന്നുന്നു കൊറേ പേരുടെ DNSനെ അടിക്കണത് DNS ഇവനെന്താ TV ഇത് ഇങ്ങനെ ഇരിക്കുന്നെ? എക്സിക്യൂട്ടീവ് ഡ്രസ് ഒക്കെ ഇട്ട് വരുന്നത് മീറ്റിംഗ് അല്ലോ. വീണ്ടും ചന്ദ്രൻ ടോർക്കിനെ കൊന്നു ചന്ദ്രൻ ടോർക്കിനെ കൊന്നു. ഓക്കേ ലെറ്റ്സ് ഗോ. അണ്ണാ ഇത് മറ്റേതാ മനസ്സിലായ റീലോഡ് സ്കിന്റെ മറ്റേ റീലോഡ് അടിക്കുമ്പോ വരുന്ന കണ്ണിന്റെ അവനെ എല്ലാ സ്ഥലത്തും ചുറ്റിന്ന് അടിയവന് അൾട്രോണിനെ എടുത്തിട്ട് അടിക്കണം. എടാ ഒന്നുമില്ല, ഞാൻ 3 പേരെ കൊന്നപ്പോ ഞാൻ 2 കില്ലെടുത്തു, മനസ്സിലായ? പിന്നെ DNS KTM ആ ഫൈറ്റ് കിട്ടും, മറ്റേ ഫൈറ്റ് തീർന്നു തോന്നുന്നു. DNS ബെല്ലാരി KTM ഉണ്ട്, ബെല്ലാരി ഉണ്ട്, രണ്ടുപേരും അടിക്കുന്നുണ്ട്. എടാ ഇവൻ ഒറ്റക്ക് വന്ന് അടിച്ചതാണ് ബാക്കി ചെയ്യുന്നവൻ മനസ്സിലായി. CSK മൊത്തം മര പിടിച്ച് ബെല്ലാരി വാസസ് ഓജി. ഞാൻ പറഞ്ഞു മന്ദാരം മന്ദാരമാണ് കസക്കാൻ പോണത്. അവരെ പുറകെ ഇല്ല വന്ന് ബെല്ലാരി ഫുള്ളെടുത്ത് DNS നൗഷാദ് ബെല്ലാരി ഓജി രണ്ടുപേരും കൂടെ ഓജി ഇപ്പൊ അവന്മാര് വണ്ണം. ബെല്ലാരി പെഡ്രി അതെവിടെ നിന്ന് അടിച്ച്? ആ ഇവിടെ അടിച്ച് ടോപ്ജി ഒരുത്തനെ എടുത്ത് കണ്ണാപ്പി ഉണ്ട് അതോ ഓജിയിലെ പറയണേ ആള് കത്തിയാ പറയണേ തിരക്കുന്നല്ലേ കണ്ണാപ്പിയെ ബുഷസിലിരിക്കാൻ പാടില്ല. 114 അവൻ രക്ഷപ്പെട്ട് ആ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്കും മിക്കവാറും. അവന്റെ അത്ത് അവന് അവൻ ചത്ത്, രണ്ടുപേരും ചത്ത്. ഒരുത്തനോട് രക്ഷപ്പെട്ട് ഓജി പിന്നിൽ ഓടി. ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഓടി അടിക്കാൻ നോക്കാം. അവനവിടെ അവന്റെ അത്ത് ഡേവിഡി അത്ത് മിന്നൽ ഓടി. ബാക്കിയുള്ള ടീമൊക്കെ അവിടെ പോയി. ഡേവിഡിനെ എടുത്തോ? ഓ അതെ ജബ്ബാർ. ഓ ഇത്രയുണ്ട്, ഇങ്ങോട്ടുണ്ടല്ലേ? CSK സോൺ ചെറുതായിരുന്നു. ഡാമേജ് കുറവാണ്. ഇപ്പൊ വീണ്ടും റീലോഡിൽ ആരെല്ലാം ഓടിക്കും. തള്ളുന്ന
ഓ KV AKM ബാബ എടുത്തു, ടെക്കനെ എടുത്തു, നല്ല അടി റിയോ ഡൗൺ. ഓ KV അടുത്ത വിക്കറ്റ് AKM റിയോ. SPBയിലെ വാസ്കോ ഡൗൺ ആയിട്ടുണ്ട്. SPBയിലെ അൾട്രോൺ ഡൗൺ. AKMലെ ബാബ സെക്കൻഡ് ഡൗൺ ആയിട്ടുണ്ട്. സൂസൈഡ്. ഹിറ്റ്മാൻ. ഓ നാറി. ഓ അവര് കറങ്ങി വന്നു കേട്ടോ. നാറി ഡൗൺ. DPY AKM ഇനിയുണ്ടോ? AKM മിന്നല് ഓപ്പണില്. AKM ഏവിസ് ദേവ് ഒന്ന് പറഞ്ഞ് ഓപ്പണിൽ ഇറങ്ങി. കണ്ടില്ലെന്തോ? ഓ ബെല്ലാരി SPB വാസ്കോ ദേ കണ്ണ് കൈ വന്നിട്ടില്ല, റിലോഡ് ചെയ്യാൻ തോന്നുന്നു. കത്തി കളിക്കുന്നു ഞാൻ. അവന്റെ ഗണ്ണ് റിലോഡ് ആയി കാണില്ല. AKM SPB ഹിറ്റ്മാൻ ഡൗൺ, ഹോക്കി ഡൗൺ. ഓ കക്കാശി ഏതാ അടി, നൈസ് കളി. വൺ മാൻ ഷോ കാണിക്കൂടാ. പറഞ്ഞിറങ്ങി. ഇതെന്താ ഇത്? ഇവനാണോ ബില്ലിയൻ എടുക്കാണോ? ബില്ലിയൻ ഉണ്ട് 12 ബില്ലുണ്ട്. ബില്ലുണ്ട് പക്ഷെ ജപ്പാൻ ഡാഞ്ചി എടുത്തിട്ടുണ്ട് നരീനെ. ബെല്ലാരി സൈറോൺ സിംഗ്ബങ്ങനെ എടുത്തിട്ടുണ്ട്. ബെല്ലാരി തുമ്പടോ പിന്നെ ഇവിടെ വന്നിറങ്ങുന്നു. ഇപ്പൊ ഇറങ്ങി തുടങ്ങി തോന്നുന്നു. നല്ല ഡാൻസ് എടുത്തു കൊടുത്തു. ബൂമറിനെടുക്കുക നമുക്ക് നോക്കാം. ബെല്ലാരി തുമ്പടോ. ഓക്കെ ബെല്ലാരി AKM റിയോനെ അടിക്കുന്നു. മറ്റേ ബെല്ലാരി സൈറോൺ എന്തായിരുന്നു ബ്രോ? കാണുന്നില്ലേ എന്തായും? AKM റിയോ നമുക്ക് CSK ന്റെ ഫൈറ്റ് പോയി നോക്കാം. DNS തോന്നുന്നു. ബാക്കിൽ കുത്തിയിട്ടുണ്ട് CSK വാസസ് DNS വാസസ്. ഇവിടെ 3 ടീം കാണാം. KTM DNS ഉണ്ട്. DNS KTM ഡൗൺ എടുക്കുന്നുണ്ട് ഏകദേശം. അല്ല സ്റ്റാർട്ട് കഴിയാനായി ബ്രോ. അഖിൽ ബ്രോ കഴിയാനായി. ഓക്കെ നൗഷാദ് വാസസ് ടോണി. KTM ഏകദേശം ഡൗൺ. സാമുന് ഡൗൺ എടുക്കാൻ നമുക്ക് നോക്കാം. സാമു ഡൗൺ ആയോ? ഇല്ല നൗഷാദിനെ കിട്ടുന്നു. സാമു ഡൗൺ. CSK വാസസ് DNS നമുക്ക് ഫൈറ്റ് കാണാം. CSK അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഓക്കെ സ്റ്റാവിനെ എടുക്കുന്നു. CSK ഡിമൻ നൗഷാദിനെ എടുക്കുന്നുണ്ട് അവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബെല്ലാരിയാണ് അവിടെ. ഈ ബെല്ലാരി ഓക്കെ ആണ് അവിടെ സ്പീഡിനെ കൊന്നെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് CSK അവിടെ നിന്ന് ഇറങ്ങിയത് കാണാം. KTM ഒരാളുള്ളൂ. KTM കിഫോ നല്ല അടിയിട്ടുന്നു. കിഫോ ഡൗൺ. DNS എല്ലാരും ഏകദേശം വണ്ടി എടുത്തു. ഓക്കെ ഓജി ഫസ്റ്റ് തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് കടലില്. ഇവിടെ നല്ല അടി കിട്ടുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ആരും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല, കാണുന്നില്ല. ഇവിടെ KTM സുനിത്. ഇവിടെ CSK കാണാം. CSK ഏകദേശം കുറച്ച് പേരുണ്ട്. വെള്ളത്തിൽ വരത്തില്ലല്ലോ, കരയിലല്ലേ ഓപ്പണിലോട്ട് വന്നു. നോക്കാം SPB ബാക്കിയുണ്ടോ? അതെ SPB കക്കാസിയിലേക്ക് എത്തി ബാക്കിയുണ്ട്. ബെല്ലാരി ബാക്കിയുള്ളൂ. ഇപ്പോ അടി കിട്ടുന്നു. KTM കിഫോ മുങ്ങി. DNS അടിച്ച് കയറുന്നുണ്ട് കിഫോയുടെ എതിരെ. KTM സാമു
ഇവിടെ ടീം സ്റ്റോണി KTM 4 പേരാണുള്ളത്. ഇതിന് മാത്രം സാമു കിപ്പോ സ്റ്റോണി ഓക്കെ ഇതിന് മാത്രം ഡൗൺ പറഞ്ഞെടുക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓജിയുടെ കയ്യിൽ നിന്നും സാമുവിന് അടി കിട്ടുന്നുണ്ട്. ഇവിടെ സാമുവിന് നല്ല അടി കിട്ടുന്നു ഓജിയുടെ കയ്യിൽ നിന്ന്. അവിടെ CSK ഫൈറ്റ് നോക്കുകയാണെങ്കിൽ CSK W അടിച്ചു കയറുന്നുണ്ട് AKMന്റെ അടുത്തായിട്ട്. അവിടെ DNS വരുന്നുണ്ട്. അവിടെ DNS വരുന്നുണ്ട്. CSK കയറി വരുന്നു. SBB 2 പേരുണ്ട്, ലഗസിയും കക്കാച്ചിയും കാണുന്നില്ല എവിടെയാണ്. നോക്കാം ഓക്കെ ഇവിടെ CSK KM ഉണ്ട്, KTM സാമു സാമു ഇവിടെ OG AKM W അടിച്ചു കയറുന്നുണ്ട്. ഓക്കെ സോൺ അവിടെ എല്ലാം അറിഞ്ഞ DNSഉം CSKയും ഫൈറ്റ് ചന്ദ്രൻ ചത്ത് OG വാസ്റ്റേഴ്സ് AKM നമുക്കൊരു ഫൈറ്റ് കാണാം. ഇവിടെ OGക്ക് നല്ല അടി കിട്ടുന്നു. രണ്ട് സൂയിസൈഡും ഇതായിരുന്നു. OG ഓടുകയാണ്, ഫയർ ചെയ്യുന്നില്ല. ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ AKM നല്ല അടി കിട്ടുന്നുണ്ട്. OG എടുത്ത് അങ്ങോട്ട് പോയെങ്കിൽ നമ്മളെ ഫൈറ്റ് എവിടെയാണെന്ന് പോലും AKM W അടിച്ചു കയറുന്നു. നമ്മളവിടെ റൈറ്റ് എത്തി കളിക്കുമായിരിക്കും. SBB ലെഗസി ഇതാ ഇവിടെ ലെഗസി മാത്രമേ ഇനി ബാക്കിയുള്ളൂ തോന്നുന്നു കേട്ടോ. ഓക്കെ SBB ഇനി ലെഗസി മാത്രമേ ബാക്കിയുള്ളൂ. ബെല്ലാരി സൈറോൺ ഇതിനകത്തുണ്ട്. ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നു സൈറോൺ. OG നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നാലെ തന്നെ AKM OGനെ അടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് AKM പിന്നാലെ തന്നെയുണ്ട്. ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ SBB ലെഗസി ഇവിടെ ഉണ്ട്. ലെഗസി മംഗലശ്ശേരി കുറുപ്പ് CSK അവിടെ കയറുന്നു. CSK AKMനെ അടിക്കാനാണെന്ന് തോന്നുന്നു. AKM ബൂമർ നല്ല അടി കിട്ടുന്നുണ്ട്. AKM ബൂമർ ഡൗൺ. നീലന് 3 ലൈഫ് ഉണ്ട്. CSK vs AKM നമുക്കൊരു ഫൈറ്റ് കാണാം. CSK W അടിച്ച് കയറി വരുന്നുണ്ട്. CSKയുടെ ബാക്കിലൂടെ DNS വരുന്നുണ്ട്. ഇവിടെ DNS ഓക്കെ ഇവിടെ പെട്ട അവസ്ഥയാണ്. SBB ലെഗസി AKM ബൂമർ മുകളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ CSK AKM W അടിച്ച് കയറുന്നു. CSKയുടെ അടുത്തായിട്ട് ബൂമർ മികവ് താഴോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ. അണ്ണ ഈ ബിൽഡിങ്ങിലാ സോം വന്നത്. ഈ ബിൽഡിങ്ങിൽ കയറി വന്നവര് ബൂമറിനെ കണ്ടിട്ടില്ല തോന്നുന്നു. ഓക്കെ ഇവിടെ കാണാം താഴെ അടി കേട്ടോ. DNS ബാക്ക് വലിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്പൺ ഫൈറ്റ് ആവണമെന്ന് കരുതിയിട്ടാണ് തോന്നുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു മന്ദാരുണ്ടെന്നത് ഇപ്പൊ ഒരു അടിയുണ്ട് മന്ദാരത്തിന്റെ അവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ മന്ദാരക്കല്ലടിയിരുന്നു. മന്ദാര ലെഗസി ഇപ്പോഴും ഹോൾഡ് ചെയ്ത് കളിക്കുന്നു. ലെഗസിയുടെ അടുത്തോട്ടാണ് AKM വരുന്നത് തോന്നുന്നു. ഓക്കെ അവൻ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കിയടാ. ലെഗസി മാക്സിമം ലെഗസിനെ കണ്ടിട്ടില്ല. ഇവിടെ ലെഗസി വാസസ് മിന്നിൽ നമുക്ക് ഫൈറ്റ് കാണാം. കളിച്ചില്ല. ഓക്കെ ലെഗസി ബൂമറിനെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. AKM ബൂമർ വേഴ്സസ് DNS എവിടെ? DNS ബൂമർ കണ്ടിട്ടുണ്ട്. ബൂമർ ലെഗസി നമുക്ക് ഫൈറ്റ് കാണാം. ബൂമറിയത്ത് ലെഗസി നടുവിൽ പെട്ടുപോയി. ലെഗസി ഡൗൺ. അപ്പൊ SBB ഫുൾ ഡൗൺ ആയിട്ടുണ്ട്. ബാക്കില് DNS ഇവിടെ KTM എടുത്തിട്ടുണ്ട്. KTM സാമു മാത്രം കൊച്ചക്കകത്ത് ബാക്കിയിട്ട് കാണിച്ചു കൊടുത്താലോ. KTM സാമു CSK vs AKM. CSK AKM ഇറങ്ങേണ്ട വരും. AKM എത്ര പേരുണ്ടോ? 1 2 3 AKM കൗണ്ട് കൂടുതലുണ്ട്. ബാക്കിയുള്ളത് AKM 1 2 3 4 5 ടീമാണ് കേട്ടോ. ബാക്കിയില്ലേ 7 പേരുണ്ട്. AKM
CSK ഇവിടെ AKM അടിക്കുന്നുണ്ട്. DNS പുഷ് ചെയ്യുമ്പോ CSK സോണിൽ നിന്ന് വരുമ്പോൾ അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നു. AKM തിരിച്ചാവും തോന്നുന്നു. CSK അടി വരുമ്പോ അവന്മാർ തുടങ്ങുന്നു. സോൺ ടിപ്പ് ഹോൾഡ് ചെയ്ത് കളിക്കണ KTM സ്റ്റോണി ഇതിനെ താഴത്തുണ്ട്, ആരും കണ്ടിട്ടില്ല. DNS തോന്നുന്നു കേട്ടോ. KTM സാമു ഇവിടെ ഒരാളിപ്പുറത്ത് അടിച്ചെന്ന് തോന്നുന്നു. AKM നല്ല അടി കിട്ടുന്നു. CSK അവനെ അടിച്ചു. AKM സോൺ സേഫ് ആക്കാനാണ് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട്. CSK എപ്പോഴും അതിനെ മുകളിൽ നിൽക്കാണ്. OG നോക്കുകയാണെങ്കിൽ OG കിപ്പോ അല്ല OG ഡേവിഡ് ഇവിടെ കമാരൻ നമ്പ്യാർക്ക് അടി കിട്ടുന്നു. കമാരനെ പിടിച്ചേ. കമാരൻ ഡൗൺ. AKM നരി എടുത്തിട്ടുണ്ട് കമാരനെ. DNS AKM നമുക്കൊരു ഫൈറ്റ് കാണാം. ഇതിനുപരി ഇവിടെ നോക്കുകയാണെങ്കിൽ CSK എപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ബൂമറിന് അടി കിട്ടുന്നുണ്ട്. അവനെ പിടിച്ച് പോകാൻ പറ്റൂല. കില്ലെടുക്കാണ്ട് സോണി പോയി ചാവുന്നു. DNS സാമുവിനെ എടുത്തിട്ടുണ്ട്. സാമുവിനടുത്ത് അവിടെ നോക്കുകയാണെങ്കിൽ OG ഡേവിഡ് ഓടിച്ചിട്ടടിക്കണേ. OG ഡേവിഡ് ഇവനെ എപ്പോഴും 10 പേര് ഒരുമിച്ച് തല്ലും. OG ഡേവിഡ് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. OG ഡേവിഡ് ഡൗൺ. ഓക്കെ CSK ആകെ ബാക്കിയുള്ളത് 3 ടീമാണ്. ഡാമേജ് നല്ലപോലെ പോകും ബ്രോ, നല്ലപോലെ പോകും. ഭയങ്കര ഡാമേജ് സോണിന്. നമ്മൾ 5 പേരേ ഉള്ളു. 5 പേര് ഇല്ല, നമുക്ക് കില്ല് കുറവാടാ. പൊസിഷന് വേണ്ടി കളിച്ചിട്ട് കാര്യമില്ല. കില്ല് കുറവാ. അല്ല ഇവരിപ്പൊ 2 ടീം ഫൈറ്റ് ആയി കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അടിച്ചാലും മതി. അത്യാവശ്യം പിക്ക് കിട്ടും. പോയോ? ഇല്ല, അവന് മ്യൂട്ട് ഇതുണ്ട്. ആൾക്കാരൊക്കെ പിടിച്ചെന്തോ. അല്ല ഫസ്റ്റ് അടിക്കണം. ഫൈറ്റ് ഒന്നും നടന്നിട്ടില്ല. നടക്കൂല. ഇവിടെ നോക്കുകയാണെങ്കിൽ DNS ഇവിടെ ഉണ്ട്. DNS പച്ചക്കാലത്ത് വെക്കുന്നു. CSK സമാധാനമായിട്ടുള്ളൊരു സമയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. റോഡിന് അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാരും ഹോൾഡ് ജയിക്കുന്നു. ഫസ്റ്റ് അതായത് പൊസിഷൻ ബേസ്ഡ് ആര് കൊണ്ടുപോകുന്ന എല്ലാരും ഹോൾഡ്. ഹിൽ ബേസ്ഡ് രണ്ട് ടീം ഹിൽ ബേസ്ഡ് ആണ് നോക്കുക. നമ്മുടെ സൂയിസൈഡ് ചെയ്ത ഈ CSKയുടെ ലീഡർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കണേ, പുള്ളി ഒന്ന് VC വരാൻ പറയണേ. എല്ലാരും കണ്ണാപ്പി വന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അയ്യോ അത് ലാസ്റ്റ് ലൈഫ് ആയിരുന്നു. എന്റെ അടുത്ത് IGL പറഞ്ഞ അനങ്ങണ്ടെന്ന് പറഞ്ഞു. IGL പറഞ്ഞ അതിനപ്പുറം ചന്ദ്രനായിരുന്നല്ലേ? ചന്ദ്രൻ പെട്രോൾ പമ്പിൽ പോയി ഒരു വട്ടം അടിച്ച് 10 ലൈഫ് കളഞ്ഞ്. ഞാൻ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ സെക്കൻഡ് കൊണ്ട് വണ്ടി ഇടിച്ചു. ഇവന്മാര് CSK വരുന്നത് എന്തായാലും തേർഡ് പാർട്ടി വരും. ഇല്ല, ഫൈറ്റ് ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. പൊസിഷൻ ചേഞ്ച് ചെയ്തതാണ്. മേ ബി DNSഉം പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കേറാൻ പറ്റും. അവിടെ ഇവിടുന്ന് ഓടിക്കും. ഇല്ലടാ, കേറാൻ പറ്റില്ല. AKMനാണ് ഈ ഭാഗത്ത് വന്നാൽ CSK പവർ നേരെ പോയാൽ അവരടിക്കും. AKM അടിക്കും. ഇവിടെ കറക്റ്റ് അവന്മാരെ ഫ്രണ്ടിൽ നിന്ന് വലിഞ്ഞു പോയത് കണ്ടായിരുന്നു ആ സമയത്ത്. ലെഫ്റ്റ് ആംഗിൾ അവന്മാര് AKM 14 ഇഷ്ടമാണ്. ലെഫ്റ്റ് ആംഗിൾ പോയ കുഴപ്പമില്ല. കണ്ടറിയാമാര് പ്ലാൻ എന്ത് പ്ലാൻ ടൂർണമെന്റ് അങ്ങനൊന്നും പ്ലാൻ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഗെയിം അങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കാൻ ഭയങ്കര പാടാ ബ്രോ. നമ്മള് എന്തേലും ഇതാക്കുന്ന മാത്രം ഇങ്ങനെ അത് പറയണത് ഇതുവരെ അങ്ങനൊന്നും എന്തായാലും തോന്നിയില്ല. ഡിലേ ഉണ്ട് ബ്രോ, ഡിലേ ഒക്കെ ഉണ്ട്.
ഇത് നമ്മളടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണേ. അല്ലെങ്കിൽ സോൺ ഔട്ട് ഇരുന്ന് ഹീലോ എടുത്തിട്ടാണ് ഇവന്മാര് ഫൈറ്റ് ചെയ്യാനായിട്ട് കയറുന്നത്. ഇതില് നിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലടാ ഇതിലുള്ള ലൈഫ് പോകണ്ടടാ. ഇല്ല ഇല്ല DNS 39 ഇല്ലേ, SDB 21 ഇല്ലേ, DNS 31 ഇല്ലേ. ഇതില് നോക്കിയാ CSK ഇനി കില്ലൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി CSK ക്വാളിഫൈ ആവും. ഓ 5 കില്ല് എടുക്കണം. CSK ചത്തെങ്കിലും ക്വാളിഫൈ ആവും കിൽ ബേസ്ഡ്. ഓക്കെ 5 കില്ല് എടുത്തിട്ട് ചാവണം. ഇല്ല 10 ഇല്ല 6 ടീം. ഒരു വെടി 2 വെടിയൊക്കെ വിട്ടിട്ട് നിൽക്കുന്നുണ്ട്. ടീമിലാണോ? ഞങ്ങൾ വെടി വെക്കുമെന്ന് പറഞ്ഞിട്ട് DNS ഒരു വെടി, CSK നിങ്ങൾ വെടി വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് DNS കോച്ച് അറിയാവോ? കാരണം ആരും കാണും ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല എല്ലാരും, അതുകൊണ്ടാണ് കാണിക്കാത്ത. പെട്ടെന്ന് സോണിന്റെ സ്പീഡ് കുറഞ്ഞ പോലെ അവിടുന്ന് കുറച്ച് പോരല് തുടങ്ങിയാ പറയും. കോച്ച വീരന്മാരുണ്ടേ, കണ്ണാപ്പിയാണ് അത്. കുറച്ച് കൂടുതലുണ്ടേ DNS. ഞാന് വെച്ച് അപ്പുറത്തെ ജീവനൊക്കെ ഒരു വെടി 2 വെടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. DNS റോക്കറ്റ്, ഒരു റോക്കറ്റ് വിട്ടിട്ടുണ്ട്. മിന്നൽ വിടുമോ? ഇവിടെ ഫൈറ്റ് ഒന്നും ഒന്നുമില്ല. സോണ് ഇത്രയും കൂടെ ഉണ്ട്. ഓപ്പൺ ഫൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ മേ ബി ഓപ്പൺ ഫൈറ്റ് ആവും. സോണ് KMനാണ് എത്തി കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. CSK പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടാണ് സോൺ വരുന്നത്. സോണ് ബാക്ക് വലിയുന്നു, ബാക്കിലോട്ട് വലിയുന്നു, ബാക്ക് വലിയുന്നു. CSK ആവും അഡ്വാൻറ്റേജ്. CSKയിലോട്ട് സോൺ പോവാണ് മനസ്സിലായി. മറ്റേ CSKക്കാണ് സോൺ വരുന്നത്. സോൺ പൊസിഷൻ ഒക്കെ വരുന്നത് അവിടുത്തെ ബിൽഡിംഗ്. ഇപ്പൊ DNSന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. 16 അനങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ DNSനോട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. DNSന് സോൺ കിട്ടത്തില്ല. AKMനും ഇപ്പൊ ഇറങ്ങേണ്ടി വരും. അത് പണിയാണ്. CSK ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 4 പേരുള്ളൂ. 5 പേര്. 5 ഉണ്ടല്ലോ. 5 പേരെ CSK കഥ പറയാം. CSK 5 പേരുണ്ട്. പുഷ് ചെയ്തവര് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഇവര് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പേരുണ്ട്. DNS തേർഡ് പാർട്ടി അടിക്കാൻ നിൽക്കുക. ഇവിടെ നമുക്കൊരു ഫൈറ്റ് കാണാം. ഓക്കെ DNS vs CSK വളരെ അടിപൊട്ടിയിട്ടുണ്ട്. മണ്ടലും കയറി. തന്ത്രം നോക്കി CSK അടിക്കുമോ നമുക്ക് നോക്കാം. നമുക്ക് CSK ഡൗൺ, CSK മന്ദാര ഡൗൺ. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ AKM അതിന്റെ ഇടയിൽ വന്ന് കയറി അടിക്കുന്നു. ഇവിടെ CSK ഏകദേശം ഡൗൺ ആയിട്ടുണ്ട്. CSK നീലകണ്ഠൻ, മംഗലശ്ശേരി കുറുപ്പ്, നോർക്കി ഡൗൺ. അപ്പോ നമുക്ക് AKM vs DNS ആണ് ഓപ്പൺ ഫൈറ്റ് വരുന്നത്. മുകളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ ഇറങ്ങാൻ. കുറുപ്പൊക്കെ ചെത്തോ 3 വട്ടം. AKM DNS നല്ല അടിക്കുന്നു. DNS ബാക്ക് കഴിഞ്ഞിട്ടുണ്ട്. DNS സബർ ജെല്ലി കയറി വരുന്നു. സബർ ജെല്ലിനെ അടിക്കുമ്പോ നമുക്ക് നോക്കാം. സബർ ജെല്ലി സബർ ജെല്ലി ഓരോരുത്തരെ പോയി അടിക്കുന്നു. സബർ ജെല്ലി അല്ല കുറുപ്പ് വന്ന് ഇറങ്ങിയതാ. നരി ഡൗൺ ആയിട്ടുണ്ട്. AKM ഏകദേശം ഡൗൺ ആയി. AKM നോക്കുകയാണെങ്കിൽ CSK മംഗലശ്ശേരി മാത്രമേ ബാക്കിയുള്ളൂ. മംഗലശ്ശേരി നോക്കാം.
കുറുപ്പ് അവിടെ ഹീൽ ചെയ്ത് നിന്നിട്ടുണ്ട്. കുറുപ്പ് കമ്മിറ്റ് ചെയ്തു. ഫുൾ ഡൗൺ. ഓക്കെ, DNS വിൻ. ഞാൻ ടെക്നിക്കലി ഒക്കെ പറഞ്ഞുതരാം. ഇപ്പോ ഇന്നത്തെ മാച്ചില് പൊസിഷൻ ബേസ്ഡ് വിൻ ആയത് DNS. ഓക്കെ, വലിയ മാച്ച് കാണിച്ചുതരാം. അല്ല, ഫസ്റ്റ് ഇത് കാണിച്ചുതരാം. പൊസിഷൻ ബേസ്ഡ് DNS ആണ് ഫസ്റ്റ് അടിച്ച്, അതായത് വിന്നേഴ്സ്. പിന്നെ കിൽ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ നന്നായി കളിച്ചു സെക്കൻഡ്, തേർഡ് ഫസ്റ്റ് കളി കോച്ച് വണ്ടി കയറുന്നിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കിൽ കയറുന്നു. പുള്ളി വണ്ടി എടുത്തില്ല, സോണോട്ടിൽ കയറുന്ന വണ്ടി കിടന്ന് ചത്ത്. എന്ത് ചെയ്യാനുള്ള? പുള്ളി വണ്ടി എടുക്കുമ്പോ ഞാൻ ഇരിക്കുവോ ലാസ്റ്റ് നിമിഷം. ഞാൻ മറ്റേ എന്തോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞിട്ട് നോക്കിയപ്പോ വണ്ടി അനങ്ങുന്നില്ല. ഇല്ല ഇല്ല, കോച്ച് വണ്ടി കയറിട്ട് വണ്ടി എടുക്കും. പുള്ളി വിചാരിച്ച് വേറെ ആരോട് വണ്ടി ഇരിക്കണേന്ന്. ശരിക്കും ഞാൻ പുള്ളി വണ്ടി എടുക്കൂന്ന്. എനിക്കറിയായിരുന്നു കോച്ച് എന്നത്. എന്നാ ഞാൻ ആദ്യമേ പറഞ്ഞേനെ. എടാ, ഇന്നലെ എന്റെ ടീം ഗിൽ സ്റ്റാർ ആയിരുന്നു. നീ ഇന്ന് സൂയിസൈഡ് സ്റ്റാർ ചന്ദ്രനായി. ഞാൻ ഒരു തവണ സൂയിസൈഡ് ആയുള്ളൂ. 2 വട്ടം. ഇല്ല ഇല്ല, ഒരു തവണ. രണ്ടാമത്തെ വട്ടം നീ സൂയിസൈഡ് എഴുതി കാണിച്ചേ? അല്ലല്ല, അത് പക്ക എന്നെ തിരിച്ചു കയറ്റിയത്. ഒരു മിനിറ്റ്. അപ്പൊ കണ്ണാപ്പി ഫൈനൽസ് TVA, TGA, മറ്റന്മാർ മാഫിയ, KVA ആണ് ഫൈനൽ. അല്ല ഈകളെ, ഈ കളി കണ്ടില്ല നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? എന്ത്? അല്ല, നിനക്ക് ലാസ്റ്റ് കണ്ടപ്പോഴത്തേക്കും സംശയം തോന്നില്ല? ഞാനൊരു കാര്യം പറയട്ടെ, സംശയം ഞാൻ പക്ഷെ വേറെ കാര്യം ഉണ്ടല്ലോ. പക്ഷെ ആ സോൺ നിങ്ങൾക്കാരന് അഡ്വാൻറ്റേജ് വന്ന മനസ്സിലായ. പക്ഷെ അത് ഇവന്മാര് കറക്റ്റ് സമയത്ത് പൊസിഷൻ എടുത്തട. AKM റൊട്ടേറ്റ് ആയി കളഞ്ഞതാണ്. അത് എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നില്ല, അറിഞ്ഞൂടാ. നിങ്ങൾ കളിച്ച ആൾക്കാർക്ക് തോന്നുന്ന പോലെ നമുക്ക് വെളിയിൽ നിന്ന് കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. സോൺ പക്ഷെ നിങ്ങൾ ആളില്ലാതായിപ്പോയി. അവന്മാരുടെ റൈറ്റ് ആംഗിളും ആയിരുന്നു, മനസ്സിലായ? നമ്മളെ കൊറേ ആള് സൂസൈഡ് ഒക്കെ വന്ദന, നിനക്ക് മോണ്ടേജിനുള്ള എല്ലാ ക്ലിപ്പും ഞാൻ ആകാശത്ത് പ്ലാച്ചി കണ്ടായിരുന്നു. എന്തൊക്കെ വേറെ മന്ദാരം എനിക്ക് സ്നേഹിപ്പിനെ പറ്റി നിങ്ങൾ ചെയ്തോന്നുണ്ട്. കുണ്ണാളെ നിങ്ങൾ എന്തൊക്കെ ഇതിപ്പോ എല്ലാം അവരുടെ മോണ്ടേജിനായല്ലോടാ. എല്ലാത്തിലും ഞാൻ തന്നെ. അപ്പൊ ഗൈസ്, ഇനി ഫൈനൽസ് 6 ടീം. കുഴപ്പമില്ല ചന്ദ്ര, എനിക്ക് വിഷമൊന്നുമില്ല. ഞങ്ങൾ അടിച്ചു തരാം ചന്ദ്ര. ഇന്നലത്തെ ടീമല്ലേ? ഞങ്ങൾ അടിച്ചു തരാളെ. ചില്ലാവ് കോച്ച് വണ്ടി എടുത്ത കോച്ച് എവിടെ പോയി? കോച്ചിനെ കണ്ടില്ല കേട്ടോ. പിന്നെ കോച്ച് 2-3 ദിവസമായിട്ട് ഈ ഒരു ഒറ്റ ടൂർണമെന്റ് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. കോച്ച് പിന്നെ അരക്കില്ല. പുള്ളി എന്ത് ചെയ്തെന്നീ കണ്ട? എന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ വണ്ടി പോവാന്ന്. പുള്ളി പ്ലാച്ചാണ്. ഞാൻ നോക്കിയപ്പോ പുള്ളി സോണൗട്ടിൽ KV ഒരു സൈഡിൽ നിന്ന് പ്ലാച്ചാണ്, KTM ഇടത്തെ സൈഡിൽ നിന്ന് പ്ലാച്ചാണ്, DNS വലത്തെ സൈഡിൽ നിന്ന് പ്ലാച്ചാണ്. എന്റെ പൊന്നോ, എന്തൊക്കെയാ നടന്നത്? எல்லா இடத்துலயும் அடிச்சு ஒருத்தனை வண்டி ஏத்திட்டு போனா ஏத்த முடியாதுன்னு சொல்லிட்டு படாதான் விட்டுட்டு போயிட்டான்டா அவன். உண்மையில வேற புல்லட் ஏறிக்கும். ഞാൻ വണ്ടി போடா பண்ணி அப்ப வந்துட்டு என்ன 2 கார் வந்து செஞ்சடா. സൈറ്റ് വെബ്സൈറ്റ് എന്ത് മറ്റേ ഇത് അടിച്ചിട്ടോ? ഇല്ല, സിറ്റി സ്റ്റാറ്റസിലല്ലേ? ഞാൻ സിറ്റി കയറിട്ട് വരടാ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പോട്ടെ. ബൈ. ഓൾ ദ ബെസ്റ്റ്.